10 days long മുംബൈ രാജസ്ഥാൻ ട്രിപ്പ് സീരീസ് പാർട്ട് 6. ഇന്നലെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തിയപ്പം പറഞ്ഞില്ലേ ഏകദേശം 12 ഡിഗ്രി ആയിരുന്നു. അത് രാത്രി ആയപ്പോഴേക്ക് ഏകദേശം 8 ഡിഗ്രി വരെ കുറഞ്ഞു. ഈ തണുപ്പത്ത് ഇന്നലെ എങ്ങനെയൊന്ന് നേരം വിളിപ്പിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പുറപ്പെട്ടപ്പോഴേക്ക് ആദ്യമേ ഒരു ഷർട്ട്, അതിന്റെ പൊക്കത്തൊരു ജാക്കറ്റ്, അതിന്റെ പൊക്കത്ത് വേറൊരു ജാക്കറ്റ് ഇട്ടിട്ടാണ് ഞങ്ങളെല്ലാം തന്നെ ഇറങ്ങിയത്. ഇതൊന്നും പോരാതെ മുഖവും ചുണ്ടൊക്കെ നല്ലോണം ഡ്രൈ ആവുകയും ചെയ്യും. ഞാനത്ര സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നതുകൊണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ഏതോ തീരാറായ 2 ട്യൂബായിരുന്നു. അതുകൊണ്ടാണെങ്കിൽ കാര്യമായിട്ടൊരു ഉപകാരം ഉണ്ടായുമില്ല. അതുപോലെ നിങ്ങളും ഇതേപോലെ തണുപ്പുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ട്രാവൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു മോയ്സ്ചറൈസറും നല്ലൊരു ലിപ് ബാമും എടുത്തോണം കേട്ടോ. കൂടെ ഒരു സൺസ്ക്രീനും. കാര്യം തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുന്ന് വെയിലിന് ഒട്ടും കുറവ് കാണിയില്ല. ഞങ്ങൾക്കോ അബദ്ധം പറ്റി, നിങ്ങൾക്കെങ്കിലും അബദ്ധം പറ്റരുത്. അതുകൊണ്ട് പറഞ്ഞു, ഉദയ്പൂർ അറിയപ്പെടുന്നത് തന്നെ സിറ്റി ഓഫ് ലേക്സ് എന്നാ കേട്ടോ. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ തടാകങ്ങളുടെ നഗരം. ഞങ്ങൾ ഇന്നത്തെ ദിവസം പോയത് പ്രധാനമായിട്ട് 3 സ്ഥലങ്ങളിലാണ്. ഒന്ന് മൺസൂൺ പാലസ്. 19-ാം നൂറ്റാണ്ടിൽ ഏതോ ഒരു രാജാവ് തനിക്കും തന്റെ ഫാമിലിക്കും മൺസൂൺ കാലം വന്നൊന്ന് ചില്ലൗട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. ഉദയ്പൂർ ലേക്കിന് ഫേമസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പനോരമിക് വ്യൂ ഇതിവിടെ നിന്ന് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും കേട്ടോ. പോരാത്തതിന് മൺസൂൺ ക്ലൗഡ്സും നമുക്ക് നല്ല രീതിയിൽ വീക്ഷിക്കാൻ പറ്റും. ആ ഒരു പർപ്പസും കൂടെ ഈ പാലസ് പണി കഴിപ്പിച്ചിരിക്കുന്നതിന് പുറകിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമതായിട്ട് ഞങ്ങൾ പോയത് ഗൺഗൂർ ഘട്ടിലേക്കായിരുന്നു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൺഗോർ തേജസ് ഫെസ്റ്റിവൽസിന് ഈ വിഗ്രഹങ്ങളെ വെള്ളത്തിൽ മുക്കുന്നൊരു ചടങ്ങുണ്ട്. അതായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്ഥലം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഈ ഫെസ്റ്റിവൽസ് മാത്രമല്ല, വേറെ റിലീജിയസ് റിച്വൽസ് ഇവിടെ നടത്താറുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അംബ്രേഘട്ടിലേക്കായിരുന്നു. അവിടെ ചെന്ന് ലേക്കിന്റെ അടുത്തുള്ള നല്ല മനോഹരമായ പാലസുകളൊക്കെ കണ്ട് നേരെ ഒരു ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോയി. ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയെന്നല്ലാതെ ചെയ്യൽ നടന്നില്ല. കാര്യം അത്രയ്ക്ക് തിരക്കായിരുന്നു. നിങ്ങൾ ഉദയ്പൂർ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിംഗ് ചെയ്തിരിക്കണം കേട്ടോ. ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടം നല്ലോണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് രാത്രിയായിരുന്നു ഞങ്ങൾക്ക് ജോധ്പൂർക്കുള്ള ബസ്. ഈ ക്യൂലെല്ലാം നിന്ന് ബോട്ടിങ്ങും കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോഴേക്ക് ചിലപ്പോൾ ബസ് പോയിട്ടുണ്ടാവും. അതായിരുന്നു പ്രശ്നം. അവിടുന്ന് പോന്നു, റെന്റിനെടുത്ത സ്കൂട്ടർ തിരിച്ചു കൊടുത്ത് കുളിച്ചിറങ്ങി സാധനങ്ങൾ എടുത്തുകൊണ്ട് ഭക്ഷണം കഴിച്ച് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്ക് ബസ്സിന്റെ കറക്റ്റ് ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം ബോട്ടിംഗ് ചെയ്യേണ്ടെന്ന് ഞങ്ങളെടുത്ത ഡിസിഷൻ കറക്റ്റായിട്ട് തോന്നി. അതുകൊണ്ടൊരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നാളെ